ബൗണ്ടറി ലൈനരികിൽ ഡാർഹുയിസിനെ പുറത്താക്കാൻ മുനിയോങ്ക പറന്നുയരുന്നത് കണ്ട് പ്രേമദാസ സ്റ്റേഡിയം തരിച്ചിരുന്നു കാണണം. ഒറ്റ കൈയിൽ പന്ത് പിടിച്ചയാൾ മൈതാനത്ത് വീണ് കിടന്നു. സ്റ്റണ്ണിങ്. അവസാന ശ്വാസം വരെ പൊരുതാനുറച്ച ഓസീസിന് മുന്നിൽ പടുതുകളടച്ച് പ്രതിരോധിക്കുകയായിരുന്നു സിംബാബ്വെ. അതിനിടയിൽ പിറന്നതാണ് ആ അവിശ്വസനീയ ക്യാച്ച്. T20 ലോകകപ്പ് ചരിത്രത്തിൽ മൈറ്റി ഓസീസിന് മേൽ സിംബാബ്വെയുടെ വിജയശതമാനം 100 പറഞ്ഞാൽ വിശ്വസിക്കുമോ? കുട്ടി ക്രിക്കറ്റിൻ്റെ വിശ്വവേദിയിൽ 2 തവണയെ ഓസീസും സിംബാബ്വെയും നേർക്കുനേർ വന്നിട്ടുള്ളൂ. അതിൽ 2ലും ഓസീസ് സിംബാബ്വെക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമായി. 2007 പ്രഥമ T20 ലോകകപ്പിലെ ഗ്രൂപ്പ് മത്സരത്തിൽ 5 വിക്കറ്റിനാണ് സിംബാബ്വെ കങ്കാരിക്കളെ കശക്കിയെറിഞ്ഞത്. അന്ന് ബ്രണ്ടൻ ടൈലർ ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച്. ഇന്നും ആ ടൈലർ സിംബാബ്വെ സ്ക്വാഡിലുണ്ട്. 2007 3 ഓവറിനുള്ളിൽ ഓസീസ് ഓപ്പണർമാരായ മാത്യു ഹെഡനെയും ആദം ഗിൽക്രിസ്റ്റിനെയും കൂടാരത്തിലെത്തിച്ച എൽട്ടൺ ചിഗുംബരെ ഓർമ്മയില്ലേ? പവർ പ്ലേയിൽ റിക്കി പോണ്ടിങ്ങിനെ കൂടി വീഴ്ത്തി സിംബാബ്വെ ഓസീസിനെ പ്രതിരോധത്തിലാക്കി. അന്ന് സൈമൺസും ബ്രാഡ് ഹോഡ്ജും ഇല്ലായിരുന്നെങ്കിൽ ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ നാണക്കേടിൻ്റെ അധ്യായങ്ങളിലൊന്ന് ഓസ്ട്രേലിയയുടെ മഞ്ഞക്കുപ്പായത്തിൽ തുന്നിച്ചേർക്കപ്പെട്ടേനെ. ഹെയ്ഡനും ഗിൽക്രിസ്റ്റും പോണ്ടിങ്ങും അടക്കം 6 പേരാണ് അന്ന് 2 അക്കം പോലും കാണാതെ പുറത്തായത്. ഇക്കുറി ബ്ലസ്സിംഗ് മുസർബാനി എന്ന 29കാരൻ കങ്കാരു കശാപ്പിന് നേതൃത്വം കൊടുക്കുന്നു. ട്രാവിസ് ഹെഡ് മുതൽ മാർക്കസ് സ്റ്റോയിൻസ് വരെ നിരന്നു നിൽക്കുന്ന ഓസീസ് ബാറ്റിംഗ് ലൈനപ്പിന് 170 റൺസ് ഒരു ഹിമാലയമൊന്നുമായിരുന്നില്ല, പ്രത്യേകിച്ച് സിംബാബ്വെക്കെതിരെ. എന്നാൽ പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഓസീസ് സ്കോർ ബോർഡ് കണ്ട ആരാധകരുടെ കണ്ണ് തള്ളി. 42-4. ടോപ്പ് ഓർഡർ പൊളിഞ്ഞ് താഴെ വീണ് കിടപ്പുണ്ട്. 2007 പോരിൽ പവർ പ്ലേ അവസാനിക്കുമ്പോൾ 32-3 എന്ന നിലയിലായിരുന്നു ഓസീസ്. അന്ന് ആദ്യം ബാറ്റ് ചെയ്തത് ഓസീസ് ആണെന്നൊരു വ്യത്യാസമേ ഉള്ളൂ. എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ ജോഷ് ഇംഗ്ലീഷിനെ വീഴ്ത്തിയാണ് മുസർബാനി തുടങ്ങിയത്. തൊട്ടടുത്ത ഓവറിൽ കാമറൂൺ ഗ്രീനെ ബ്രാഡ് ഇവാൻസ് കൂടാരം കയറ്റി. 4ാം ഓവറിൽ ടിം ഡേവിഡിനെ ക്രീമറിൻ്റെ കയ്യിലെത്തിച്ചു മുസർബാനി. 5ാം ഓവറിൽ ഇവാൻ ട്രാവിസ് ഹെഡിനെയും വീഴ്ത്തി. 4.3 ഓവർ എറിഞ്ഞു തീരുമ്പോഴേക്കും ഓസ്ട്രേലിയൻ ടോപ്പ് ഓർഡർ ചീട്ടുകൊട്ടാരം പോലെ തകർന്നറിഞ്ഞു. കളിയിലാകെ 20 ഓവറിൽ 2 സിംബാബ്വെ വിക്കറ്റുകളാണ് ഓസീസ് ബോളർമാർക്ക് വീഴ്ത്താനായതെങ്കിൽ 5 ഓവറിനുള്ളിൽ 4 ഓസീസ് വിക്കറ്റുകളെയാണ് മുസർബാനിയും ഇവാൻസും ചേർന്ന് കടപുടക്കിയത്. ആ കൂട്ടത്തിൽ കാമറൂൺ ഗ്രീനും ടിം ഡേവിഡും സംപൂജരായാണ് മടങ്ങിയത് എന്നോർക്കണം. പെർഫെക്റ്റ് ലൈനിലും ലെങ്ത്തിലും പന്തെറിഞ്ഞ ഇരുവരും അധികം റൺസും വിട്ടുകൊടുത്തിട്ടില്ല. ഒപ്പം മികച്ച ഫീൽഡ് പ്ലേസ്മെൻറ്റ് കൂടി ചേർന്നതോടെ ഓസീസിനെ അനങ്ങാൻ അനുവദിക്കാത്ത രീതിയിൽ സിംബാബ്വെ വരിഞ്ഞു മുറുക്കുന്നു. ഓസീസിൻ്റെ അവസാന പ്രതീക്ഷയായിരുന്ന മാറ്റ് റൺഷോയെയും വീഴ്ത്തിയത് മുസർബാനിയായിരുന്നു. ഗ്ലെൻ മാക്സ്വെല്ലിൻ്റെ സ്കോറിലുണ്ട് ബാക്കിയെല്ലാം. ഒടുവിൽ ആദം സാംബയുടെ ലെഗ് സ്റ്റമ്പ് തെറിപ്പിച്ച് മുസർബാനി ആ കളികളുടെ വിധിയെടുത്തി. T20 കരിയറിലെ തൻ്റെ 100ാം വിക്കറ്റ്. വിശ്വവേദിയിൽ തൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്, അതും മൈറ്റി ഓസീസിനെതിരെ. ഒടുവിൽ 20 ഓവർ തികച്ചറിയാതെ സിംബാബ്വെ ഓസീസിനെ ചുരുട്ടിക്കെട്ടി ഡ്രസ്സിംഗ് റൂമിലെത്തിച്ചു.